മണിക്കൂർ പിന്നിട്ടിട്ടും പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയാതെ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ അഗ്നിബാധയിൽ 75 കോടി രൂപയെങ്കിലും നഷ്ടമുണ്ടായി കാണുമെന്നാണ് പ്രാഥമിക നിഗമനം. അന്തിമ കണക്കെടുക്കുമ്പോൾ ഇത് 100 കോടിയെങ്കിലും ആവുമെന്നാണ് സംശയിക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളാണ് ഇത്തരത്തിലുള്ള ഒരു സംശയം ഉന്നയിച്ചത്. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ 3ാം നിലയിൽ പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ ഗോഡൌണിൽ മാത്രം 50 കോടിയുടെ തുണിത്തരങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് വ്യാപാരികൾ പറയുന്നത്. സ്കൂൾ വിപണി മുന്നിൽ കണ്ടുകൊണ്ടുവന്നതടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള ചരക്കുകളും ഇതിലുണ്ടായിരുന്നു. ഇത് മറ്റു കടകൾക്കുണ്ടാക്കിയ നാശനഷ്ടവും നോക്കുമ്പോൾ 75 കോടിയെങ്കിലും നഷ്ടമായി ഉണ്ടാകുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അതുപോലെ തന്നെ വൈകിട്ട് 5 മണിയോടെ തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ അറിയിച്ചിട്ടും 40 മിനിറ്റ് വൈകിയാണ് ഫയർഫോഴ്സ് എത്തിയതെന്നാണ് വ്യാപാരികൾ ആരോപിക്കുന്നത്. കോഴിക്കോട് ബീച്ച് ഫയർഫോഴ്സിൽ ആകെ 2 വണ്ടികളാണ് ഉണ്ടായിരുന്നത്. വെള്ളിമാട് കുന്നിൽ പുതിയ ഫയർഫോഴ്സ് യൂണിറ്റ് തുടങ്ങിയപ്പോൾ സ്റ്റാഫ് സ്ട്രെങ്ത് കുറയുകയാണ് ഉണ്ടായത് എന്നും ടി സിദ്ദീഖ് MLA ആരോപിച്ചിട്ടുണ്ട്. കോഴിക്കോട് മാനാഞ്ചിറയ്ക്ക് അടുത്ത് നേരത്തെ 2 ഫയർ വണ്ടികൾ ഉണ്ടായിരുന്നെങ്കിലും അത് പിൻവലിക്കുകയാണ് ചെയ്തത്. മീൻചന്തയിൽ നിന്നും വെള്ളിമാട് കുന്നിൽ നിന്നുമായി വരുന്നത് കൊണ്ടാണ് ഫയർഫോഴ്സ് വൈകിയതെന്നും ആരോപണമുണ്ട്. അതുപോലെ തന്നെ അടിക്കടി തീപിടുത്തം ആവർത്തിക്കുന്ന കോഴിക്കോട് നഗരത്തിൽ കരിപ്പൂർ എയർപോർട്ടിലെ പോലെ രാസവസ്തുക്കൾ കൊണ്ട് തീയണയ്ക്കുന്ന സംവിധാനം വേണമെന്ന് നേരത്തെ തന്നെ വ്യാപാരികൾ പറഞ്ഞിരുന്നു. പക്ഷെ അതുണ്ടായില്ല. നേരത്തെ മിഠായി തെരുവ് ദുരന്തത്തിൽ എന്ന പോലെ കരിപ്പൂരിൽ നിന്നുള്ള ഫയർ യൂണിറ്റ് എത്തി കെമിക്കൽ ഉപയോഗിച്ചതിന് ശേഷമാണ് ബസ് സ്റ്റാൻഡിലെ അഗ്നിബാധയ്ക്ക് അല്പമെങ്കിലും ശമനമുണ്ടായത്. കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള കെട്ടിടത്തിൽ കടകളുടെയും ഗോഡൌണുകളുടെയും നിർമ്മാണം തീർത്തും അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെ യാതൊരു തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നില്ല. അടുത്തടുത്തുള്ള തുണിക്കടകളിൽ ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ പോലും ഉണ്ടായിരുന്നില്ല. ഒരു എമർജൻസി സംവിധാനവും കെട്ടിടത്തിലില്ല. ആളപായം ഉണ്ടായത് ഭാഗ്യം കൊണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. കെട്ടിടങ്ങളിലൊന്ന് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് PM നിയാസ് ആരോപിച്ചതും ഇതുതന്നെയാണ്. ബസ് സ്റ്റാൻഡിലാവട്ടെ വെള്ളമെടുക്കാനുള്ള സംവിധാനമില്ല. നഗര മധ്യത്തിലെ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും അടക്കമുള്ള ഇത്രയും ജനത്തിരക്കുള്ള ഒരു സ്ഥലത്ത് ഫയർഫോഴ്സിന് വെള്ളമെടുക്കാനുള്ള സംവിധാനം ഇല്ല എന്നതാണ് സ്ഥാപിക്കുന്നത്. ഇന്ന് ഫ്ളാറ്റുകളിൽ പോലും ഉള്ളതാണ് ഈ സംവിധാനം.